നമസ്കാരം, തേടേ ന്യൂസിലേക്ക് സ്വാഗതം. അടിമുടി ദുരൂഹമായ സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ സെൻട്രൽ ജയിൽ, കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഗോവിന്ദച്ചാമി പുറത്തേക്ക് ഇറങ്ങിയത്. ഒടുവിൽ ഗോവിന്ദച്ചാമിയെ നമ്മൾ കിണറ്റിൽ നിന്ന് പിടികൂടിയതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട വാർത്തകളും വീഴ്ചകളും നടപടികളും പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആരോപണങ്ങളും ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ കണ്ടു. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ ജയിൽ അധികൃതർ തന്നെ മാധ്യമങ്ങൾക്ക് നൽകിയത്. അതായത് ഗോവിന്ദച്ചാമി ജയിലിലെ ജനൽ കട്ട് ചെയ്യുന്നതും അത് മുറിച്ചു മാറ്റി അതിൽ നിന്ന് പുറത്തിറങ്ങുന്നതും പിന്നീട് ഈ ഇതുവഴി ജനൽ കടന്ന് മറ്റൊരു ഭാഗത്തിൽ നടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ് നൽകിയത്. പക്ഷേ ഈ ദൃശ്യങ്ങളിലെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് നമ്മളെ തൃണമൂൽ കോൺഗ്രസ് നേതാവ്, മുൻ MLAയുമായ നിലമ്പൂരിലെ സ്വന്തം PV അൻവർ. അദ്ദേഹം പറയുന്നത് ഈ ദൃശ്യങ്ങൾ വ്യാജമാണ് എന്നാണ്. അതായത് ഇത് മറ്റേതോ ഒരു പശുത്തൊഴുത്തിലെ ദൃശ്യമാണ് ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് ജയിൽ അധികൃതർ നൽകിയത് എന്ന തരത്തിലുള്ള ഒരു ആരോപണമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല ഇതിലാകെ മൊത്തം ഒരു കൃത്രിമത്വം നടന്നിട്ടുണ്ടെന്നും ദുരൂഹമായ സാഹചര്യങ്ങൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ മഞ്ചേരിയിലെ സ്ഥലത്ത് വെച്ച് ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് അതൊരു പുനരാവിഷ്കാരം നടത്തി എങ്ങനെ ഗോവിന്ദച്ചാമി എന്ന ഒറ്റക്കയ്യന് ഇത്രയും പൊക്കത്തിലുള്ള ഉയരത്തിലുള്ള ഇത്രയേറെ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു മതിൽ ചാടിക്കടക്കാൻ സാധിച്ചു, അതങ്ങനെ സാധിക്കില്ലല്ലോ എന്ന് അദ്ദേഹം കൃത്യമായ രീതിയിൽ ദൃശ്യം പുനരാവിഷ്കരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ഒരു 90% നമുക്ക് പോലും സംശയം തോന്നുന്ന പല കാര്യങ്ങളും അതിലുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഈ CCTV ദൃശ്യങ്ങളിൽ പോലും സംശയങ്ങൾ തുടരുകയാണ്. മാത്രമല്ല ഈ മതിൽ എല്ലാ സമയത്തും വൈദ്യുതി പ്രവഹിക്കുന്ന തരത്തിലുള്ള കമ്പിവേലികൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ സമയത്ത് അതിൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ല. CCTV ആ പരിസരത്തെ CCTVകളുടെ ദൃശ്യങ്ങളൊന്നും തന്നെ ജയിൽ അധികൃതർ മാധ്യമങ്ങൾക്ക് നൽകിയിട്ടില്ല. അപ്പോൾ മാധ്യമങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഈ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടി, ഗോവിന്ദച്ചാമിയുടെ നടന്നു പോകുന്ന ദൃശ്യം, കിടക്കുന്ന ദൃശ്യം എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നത് ആ ജയിലിനുള്ളിലെ തന്നെ ദൃശ്യങ്ങളാണോ എന്ന കാര്യത്തിലുള്ള സംശയമാണ് ഇപ്പോൾ PV അൻവർ പുറപ്പെടുവിപ്പിക്കുന്നത്. മാത്രമല്ല ഈ ഗോവിന്ദച്ചാമി പുറത്തിറങ്ങിയതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ആരോപണങ്ങൾ അത് സർക്കാർ തന്നെ സ്പോൺസർ ചെയ്ത ഒരു ജയിൽ ചാട്ടമാണെന്ന തരത്തിലുള്ള ആരോപണങ്ങളും ദുരൂഹതകളും വിമർശനങ്ങളും ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും PV അൻവർ പറഞ്ഞ കാര്യങ്ങളിൽ കഴമ്പുണ്ടോ എന്നതിലേക്ക് എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അത്ര ഒരു പരിശോധന ഉണ്ടാവാൻ സാധ്യതയില്ല. എങ്കിലും പൊതുജനങ്ങൾക്ക് വളരെയേറെ കൗതുകം തോന്നുന്ന തരത്തിലാണ് അൻവർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നതാണ് ശ്രദ്ധേയം.